Hello everyone, welcome back to Bosco Campus Vision. Today I am going to discuss the topic views in SQL. View is a logical table stored in a database. It is a virtual table and a view contains no data of its own, but it is like a window through which data from tables can be viewed or changed. വ്യൂ എന്ന് പറയുന്നത് ഒരു ടേബിൾ പോലെ തന്നെയാണ്, പക്ഷേ ഇതൊരു വെർച്വൽ ടേബിളാണ്. ദാറ്റ് മീൻസ് ലോജിക്കൽ ടേബിൾ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ്. ഇതൊരു ടേബിളായിട്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു വെർച്വൽ ടേബിളാണ്. ഓക്കെ, ലോജിക്കലി ഒരു ടേബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, പക്ഷേ നമുക്കതിനെ ഒരു ടേബിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ഒരു വ്യൂവിൽ ഒരിക്കലും ഡേറ്റ അതിന് സ്വന്തമായിട്ട് ഉണ്ടാകത്തില്ല. ഒരു ടേബിൾ എടുത്താൽ നമുക്കതിൽ എന്തുണ്ടാവും? ഡേറ്റാസ് ഉണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. പക്ഷേ ഒരു വ്യൂവിന് അവർക്ക് സ്വന്തമായിട്ടൊരു ഡേറ്റ ഉണ്ടാകത്തില്ല. പക്ഷേ ടേബിളിലെ വാല്യൂസിന് നമ്മുടെ ഇഷ്ടത്തിന് കാണാനോ നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്ത രീതിയിൽ കാണാനോ സഹായിക്കുന്നൊരു വിൻഡോ, ഒരു പ്ലാറ്റ്ഫോമാണ് വ്യൂ എന്ന് പറയുന്നത്. The tables on which view is based are called base table. The view is stored as a query in the data dictionary. View does not occupy physical memory. അതായത് ഒരു ടേബിള് ഏത് വ്യൂ ഏത് ടേബിളിനെ ബേസ് ചെയ്തിട്ടാണോ ആ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് ടേബിൾ. അതായത് ഒരു പർട്ടിക്കുലർ ടേബിളിൽ നിന്നും കുറച്ച് വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാക്കുന്നെങ്കിൽ ഏത് ടേബിളിൽ നിന്നാണോ ആ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത് ആ ടേബിളിനെയാണ് ബേസ് ടേബിൾ എന്ന് പറയുന്നത്. സോ ദ വ്യൂ ഇസ് സ്റ്റോർഡ് ആസ് എ ക്വറി ഇൻ ദ ഡേറ്റ ഡിക്ഷണറി. സോ ആ ടേബിളിൽ നിന്നും നമ്മളൊരു ക്വറി രൂപത്തിലാണ് വ്യൂവിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വറി രൂപത്തിലായിരിക്കും ഡേറ്റ ഡിക്ഷണറിയിൽ വ്യൂ പോയി സ്റ്റോർ ആവുന്നത്. ഒരിക്കലും വ്യൂവിൽ വരുന്ന ഡേറ്റ ആയിട്ടായിരിക്കത്തില്ല ഡേറ്റാബേസിൽ സ്റ്റോർ ആവുന്നത്, ക്വറി ആയിട്ടായിരിക്കും ഡേറ്റാബേസിൽ അല്ലെ ഡേറ്റ ഡിക്ഷണറിയിൽ സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യൂവിനൊരിക്കലും ടേബിൾ ആക്സസ് ചെയ്യുന്നത് പോലെ ഒരു ഫിസിക്കൽ മെമ്മറി എടുക്കത്തില്ല. കാരണം ഇമാജിനറി ആയിട്ട് നമ്മൾ എന്താണ് ക്വറി രൂപത്തിലാണ് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരിക്കലും നമുക്കതൊരു ടേബിൾ വാല്യൂ ആയിട്ട് വ്യൂവിനെ ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ തരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടേബിളിൽ കുറേ വാല്യൂസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ഡേറ്റാബേസ്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, മാർക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ഒരിക്കലും ബാക്കിയുള്ള സ്റ്റുഡൻസിന് ആ സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഫോൺ നമ്പറോ കാണേണ്ട കാര്യമില്ല. പക്ഷേ ആ കോളേജ് അതോറിറ്റിക്കും ഫാക്കൽറ്റിക്കും ഒക്കെ ആ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വ്യൂ സെറ്റ് ചെയ്യാൻ പലർക്കും പല രീതിയിലുള്ള വ്യൂസ് ആ ടേബിളിനെ കുറിച്ച് കിട്ടും. അതായത് ഒരു പർട്ടിക്കുലർ വ്യൂ കോമൺ പീപ്പിളിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പേഴ്സണൽ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്തിട്ട് ബേസിക് ഡീറ്റെയിൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യും. ഫാക്കൽറ്റിക്കാണെങ്കിൽ ഇൻക്ലൂഡിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഒരു ക്വറി രൂപത്തിൽ വ്യൂവിനെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്താൽ ആ ക്വറി റൺ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റാസിനെ ടേബിളിൽ നിന്ന് പോയി ആക്സസ് ചെയ്യും. ബേസ് ടേബിൾ അവിടെ നിൽക്കുകയും ചെയ്യും. ആ ക്വറി വഴി ആവശ്യമുള്ള ഡേറ്റാസിനെ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ഇതാണ് വ്യൂവിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിലൊക്കെ നമുക്ക് കയറിയാൽ നിങ്ങൾക്ക് ഡേറ്റാസൊക്കെ കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് CA മാർക്ക് എൻ്റർ ചെയ്യാനോ ഇൻറ്റേർണൽ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷനൊന്നും അവിടെ ഇല്ല. അത് ഫാക്കൽറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇനി ആ വാല്യൂസ് കഴിഞ്ഞ ശേഷം റിസൾട്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിനൊക്കെ യൂണിവേഴ്സിറ്റിയിലെ ഡേറ്റാബേസ് ഫാക്കൽറ്റിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിഫറൻറ്റ് വ്യൂസാണ് ഒരു ഡേറ്റാബേസിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സൈറ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. വ്യൂവിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് വ്യൂ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് വ്യൂ. വ്യൂ റെസ്ട്രിക്റ്റ് ആക്സസ് ടു ദ ഡേറ്റാബേസ് ബിക്കോസ് വ്യൂ ക്യാൻ ഡിസ്പ്ലേ എ സെലക്റ്റീവ് പോർഷൻ ഓഫ് ഡേറ്റാബേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡേറ്റാബേസിൻ്റെ ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. ഒരു സെലക്റ്റഡ് പോർഷനെ മാത്രമേ വ്യൂ വഴി നമുക്ക് ഡേറ്റാബേസിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വ്യൂ allow user to make simple queries to retrieve the result from complicated queries. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വറിയിൽ നിന്നും ഒരു സിമ്പിൾ ക്വറി ഉപയോഗിച്ച് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ വ്യൂവിൽ റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്യൂ allow querying information from multiple table without knowing how to write a join statement. ഒന്നിൽ കൂടുതൽ ടേബിളിലെ വാല്യൂസിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ക്വറീസ് ജോയിൻ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എഴുതാതെ തന്നെ
വ്യൂ വഴി നമുക്ക് ക്വറി ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. സിൻടാക്സ് ഫോർ ക്രിയേറ്റിംഗ് വ്യൂ. ഇനി എങ്ങനെ നമുക്കൊരു വ്യൂവിനെ ക്രിയേറ്റ് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഒരു ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ? വ്യൂവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. സോ നമുക്കൊരു ബേസ് ടേബിൾ വേണം. അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ള കോളത്തെ മാത്രം സെലക്ട് ചെയ്തൊരു പെർട്ടിക്കുലർ വ്യൂ ആക്കി വെക്കുന്നു. സോ സിൻടാക്സിസ് ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂവിന് നമ്മളൊരു പേര് കൊടുക്കണം. ആസ് സെലക്ട് കോളം നെയിംസ് ഫ്രം ടേബിൾ നെയിം. ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ ഈ വ്യൂ ഉണ്ടാക്കുന്നത്, ആ ടേബിളിൽ ഏതൊക്കെ കോളത്തെയാണോ വ്യൂവിലേക്ക് സെലക്ട് ചെയ്യുന്നത്, ആ കോളം നെയിംസിനെയാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഫ്രം ടേബിൾ നെയിം, ഏത് ടേബിളിൽ നിന്നാണോ. ഇനി വെയർ കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻസ്. സോ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തേക്കുന്നതൊക്കെ കമാൻഡ്സ് ആണ്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് കമാൻഡിനെ എല്ലാം ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. ക്വറി എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. This is an example with the employee table, attributes, employee ID, first name, last name, mail, email, phone number, location. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എംപ്ലോയി ആണ് നമ്മുടെ ബേസ് ടേബിൾ, അതിൽ നിന്ന് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. എംപ്ലോയി ടേബിളിൽ നിന്നും ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂ. സോ ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം എന്താണ്? ലിസ്റ്റ്. ആസ് സെലക്ട്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ആണ് അല്ലെങ്കിൽ കോളം നെയിം ആണ്? ഫസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ. സോ ഫസ്റ്റ് നെയിമിനെയും ഇമെയിലിനെയും ഫോൺ നമ്പറിനെയും നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രം ഏത് ടേബിളാണ്? എംപ്ലോയി ടേബിൾ. അപ്പം നമുക്ക് റിസൾട്ടായിട്ട് എന്ത് കിട്ടി? ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിമും ഇമെയിലും ഫോൺ നമ്പറും. അപ്പം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസറിന് ഈ വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂ ആയിരിക്കും അവർക്ക് കൊടുക്കുക. ഇനി ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ ആ ഡേറ്റാബേസിലൊന്നും പോയി സ്റ്റോർ ആവത്തില്ല. ഈ ക്വറി ആയിട്ട് ഡേറ്റ ഡിക്ഷണറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആവശ്യമുള്ളപ്പോൾ ഇതിനെ റൺ ചെയ്ത് ഡേറ്റാസിനെ റിട്രീവ് ചെയ്യും. ഡേറ്റ എപ്പോഴും ഇരിക്കുന്ന ഇവിടെ തന്നെ ആയിരിക്കും, എംപ്ലോയി എന്ന് പറഞ്ഞ ബേസ് ടേബിളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിനെ നമ്മളൊരു വെർച്വൽ ടേബിളായിട്ട് കൺസിഡർ ചെയ്തത്. ഇനി ലിസ്റ്റിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ഡിസ്ക്രൈബ് ടേബിൾ നെയിം. അപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് വ്യൂ നെയിം, DESC ലിസ്റ്റ്. ഇനി ഔട്ട്പുട്ട് കാണാൻ സെലക്ട് സ്റ്റാർ ഫ്രം വ്യൂ നെയിം, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ലിസ്റ്റ്. ഇനി ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസിന് കണ്ടീഷൻ ഉപയോഗിച്ചൊക്കെ ആക്സസ് ചെയ്യാനാണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം വ്യൂ നെയിം വെയർ കണ്ടീഷൻ. അപ്പം ഫസ്റ്റ് നെയിം എക്സ് ആയിട്ടുള്ള ആളെ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ലിസ്റ്റ് വെയർ ഫസ്റ്റ് നെയിം ഈക്വൽ ടു എക്സ്. അപ്പോൾ ആ ആളുടെ ഡീറ്റെയിൽസ് കിട്ടി. ലിസ്റ്റിലായതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂവിലുള്ള എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ അല്ലേ ഇവിടെ എടുക്കുന്ന, ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂ. നെക്സ്റ്റ് ഇസ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ. ഇറ്റ് വിൽ ചേഞ്ച് ദ വ്യൂ ഓർ അപ്ഡേറ്റ് ഇറ്റ്. നിലവിലുള്ള വ്യൂവിനെ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ നടത്താനോ ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ. സോ സിൻടാക്സ് ഇങ്ങനെയാണ്: ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, ലിസ്റ്റ് ആസ് സെലക്ട് ഫസ്റ്റ് നെയിം, ഫോൺ നമ്പർ ഫ്രം എംപ്ലോയി. അപ്പം നിലവിലുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂവിൽ ഒരു ചേഞ്ച് വരുത്തുവാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്താണ് അതിലായിട്ട് മാറ്റേണ്ടത്? ഫസ്റ്റ് നെയിമും ഫോൺ നമ്പറും മാത്രം മതി, ഇമെയിൽ വേണ്ട. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, വ്യൂ നെയിം ആയ ലിസ്റ്റ് ആസ് സെലക്ട് കോളം നെയിംസ് ആയ ഫസ്റ്റ് നെയിം, ഫോൺ നമ്പർ ഫ്രം ടേബിൾ നെയിം എംപ്ലോയി. സോ ഇതാണ് ചേഞ്ച് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത് വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ ടേബിളാണ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഒരു വെർച്വൽ ടേബിൾ എന്ന് പറയാം. ഡേറ്റാസ് ഒന്നും വ്യൂവിലില്ല, പക്ഷേ ടേബിളിലുള്ള ഡേറ്റയെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സെലക്ട് ചെയ്യുന്ന
വ്യൂസിന് മാത്രം. ഇനി അതിനൊരു ബേസ് ടേബിൾ ഉണ്ടായിരിക്കും. ഡേറ്റ ഡിക്ഷണറിയിൽ ക്വറി ആയിട്ടായിരിക്കും വ്യൂ സ്റ്റോർ ആവുന്നത്. വ്യൂസിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കണ്ടു, സിൻറ്റാക്സ് കണ്ടു, ആൻഡ് റീപ്ലേസ് ചെയ്യാൻ വ്യൂവിനെ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. So I hope that all of you understand this session. Assignment question: what is a view? What are the advantages of view? How to create a view? So thank you for watching Bosco Campus Vision. Bye.